അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഖ്ഹിലെ 5ാമത്തെ പാഠമായ തറാവീഹ് നിസ്കാരം, സ്വലാത്തു തറാവീഹ്. അതായത് നമ്മളൊക്കെ റമളാൻ മാസത്തില് ഇശാ നിസ്കാരത്തിന് ശേഷം 20 റക്അത്ത് ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ടും പെണ്ണുങ്ങളൊക്കെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു വീട്ടിൽ എല്ലാ സ്ത്രീകളൊക്കെ കൂട്ടിയിട്ട് നിസ്കരിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ മദ്രസയിലൊക്കെ കൂടിയിട്ട് അങ്ങനെ 20 റക്അത്ത് നമ്മൾ നിസ്കരിക്കാറുണ്ടല്ലോ. ആ നിസ്കാരത്തിന് പറയുന്ന പേരാണ് തറാവീഹ് നിസ്കാരം. ഇത് പൊതുവെ എല്ലാ കുട്ടികൾക്കും അറിയുന്ന നിസ്കാരമാണ്, അതുകൊണ്ട് കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം നോക്കട്ടോ. പാഠം 5, സ്വലാത്തു തറാവീഹ്. റമളാനിലെ സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. അപ്പൊ റമളാൻ മാസത്തിലെ പ്രത്യേകമായ സുന്നത്തുള്ള നിസ്കാരമാണ് ഇത്, തറാവീഹ് നിസ്കാരം. ഇതിന് ഖിയാമുർ റമളാന് എന്നും പേരുണ്ട്. ഖിയാമുർ റമളാൻ, റമളാനിൽ എന്ന് നിസ്കരിക്കുക എന്നുള്ളൊരു പേരും ഇതിനുണ്ട്. അപ്പോ തറാവീഹിന്റെ മറ്റൊരു പേരെന്താ ചോദിച്ചാൽ എന്താണ്? ഖിയാമുർ റമളാൻ ട്ടോ. തറാവീഹിന്റെ മറ്റൊരു പേരെന്താണ്? ഖിയാമുർ റമളാന്. തറാവീഹ് എന്ന പദത്തിന്റെ അർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു. അപ്പൊ തറാവീഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? വിശ്രമിക്കാനുള്ള ഇരുത്തം. എല്ലാ 4 റക്അത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. അതിനാലാണ് തറാവീഹ് എന്ന് പേര് ലഭിച്ചത്. ഇപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കാണ്ടെങ്കിൽ 4 റക്അത്തായ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ദിക്റും സ്വലാത്തും ചൊല്ലുമല്ലോ. നമ്മൾ കുറച്ചു നേരം വിശ്രമിക്കുമല്ലോ, എന്നിട്ടല്ലേ അടുത്ത 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ 4 റക്അത്ത് ആകുമ്പോൾ പിന്നെ എന്താവും? ഒരുപാട് ദിക്റ് ചൊല്ലും. അപ്പോ തറാവീഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? വിശ്രമിക്കാനുള്ള ഇരുത്തം ട്ടോ. പിന്നെ തറാവീഹിന്റെ മറ്റൊരു പേരെന്താണ്? ഖിയാമു റമളാന്. റമളാൻ മാസത്തിലെ പ്രത്യേകം സുന്നത്തുള്ള നിസ്കാരം ഏതാണ്? തറാവീഹ് നിസ്കാരം. ഇതാണ് ഈ പാരഗ്രാഫിൽ നിന്ന് പഠിക്കാൻ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കട്ടോ. ഇങ്ങനെ ഈ സ്വഹാബത്തുകൾ ഇങ്ങനെ വിശ്രമിച്ചതുകൊണ്ടാണ് ഈ സ്വലാത്തു തറാവീഹ് എന്ന് പേര് വന്നത് കേട്ടോ. അതോട് പറയുന്നുണ്ട് ലാസ്റ്റ് ഫസ്റ്റ് പാരഗ്രാഫില്. അതിനാലാണ് ഇനി അതിന്റെ ഒരുപാട് പോയിന്റുകൾ നോക്കട്ടോ. തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ്. അപ്പൊ തറാവീഹ് ജമാഅത്തായിട്ട് എന്താവാം? നിസ്കരിക്കാം. ഓരോ 2 റക്അത്തുകളിലും സലാം വീട്ടൽ നിർബന്ധമാണ്. അപ്പൊ തറാവീഹ് നിസ്കാരം സുന്നത്താണെങ്കിലും 2 റക്അത്ത് കൂടുമ്പോ സലാം വീട്ടൽ എന്താണ്? നിർബന്ധമാണ് ട്ടോ. തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് ഖിയാമുർ റമളാനിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഓരോ 2 റക്അത്തിലും നിയത്ത് ചെയ്യണം. അപ്പൊ തറാവീഹ് നിസ്കാരത്തിന്റെ നിയത്ത് എന്താണ്? തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഖിയാമുർ റമളാനിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയത്ത് വെക്കേണ്ടത് കേട്ടോ. ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. അഥവാ ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇവിടെ മനസ്സിലാക്കേണ്ടത് വിത്ർ നിസ്കാരം എപ്പം നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം? അവസാനത്തില്, സുബഹിന്റെ തൊട്ട് മുമ്പ് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം വിത്ർ നിസ്കാരം. ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ. പക്ഷേ തറാവീഹ് നിസ്കാരം ഫസ്റ്റ് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം ട്ടോ. ഇശാഇനെ മഗ്‌രിബിലേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നവർക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ ശേഷം തറാവീഹ് നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ യാത്ര പോവുകയാണ്, ഹലാലായ യാത്രയാണ്, നമ്മൾ പറയപ്പെട്ടതായ ദൂരൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താവാം? നമ്മൾ ഇശാ നിസ്കാരത്തെ മഗ്‌രിബ് നിസ്കാരത്തിലേക്ക് മുന്തിച്ച് ജംആക്കിയിരിക്കണ്. അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇശാ നിസ്കരിക്കും. അങ്ങനെ ഇശാ നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്താവാം? തറാവീഹും
നിസ്കരിക്കാം. അതാണ് പറഞ്ഞത് കേട്ടോ. ഇനി അവസാനത്തെ പാരഗ്രാഫ് നോക്കാം. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മുസ്ലിം എന്നുള്ള ഹദീസ് കിതാബിന്റെ പേരാട്ടോ ഈ ബ്രാക്കറ്റിൽ വരുന്നതൊക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്താ പറഞ്ഞാരോ, വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാള് റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ, അതായത് രാത്രി തറാവീഹ് നിസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ റമളാൻ മാസത്തിൽ നമ്മൾ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതകാലത്തിൽ മുൻ വർഷങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താവും, പൊരുത്തപ്പെട്ട് തരും. അപ്പൊ തറാവീഹ് റമളാൻ മാസം വരുന്ന സമയത്തൊക്കെ എല്ലാരും തറാവീഹ് നിസ്കരിക്കണം ട്ടോ. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്താണ്? ബയ്യിൻ, അതായത് വ്യക്തമാക്കാനാണ് ട്ടോ. ആൻസർ ചെയ്തന്നെ. തറാവീഹ് നിസ്കാരത്തിന്റെ സമയം, തറാവീഹിന്റെ സമയം എപ്പോഴാന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. എപ്പോഴാണ്? ഇശാ നിസ്കരിച്ച ശേഷം ഫജ്ർ വരെയാണ് തറാവീഹ് നിസ്കാരത്തിന്റെ സമയം ട്ടോ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം, അഥവാ നബി എത്ര റക്കാത്തേനും തറാവീഹ് നിസ്കരിച്ചിരുന്നത്? എത്ര റക്കാത്താണ്? 20 റക്കാത്താണ്. അപ്പൊ പല വിഭാഗക്കാരുണ്ടാവും, 20 ഇല്ല, തറാവീഹ് 20 റക്കാത്തില്ല, 8 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് 8 നിസ്കരിച്ചിന് പലരും ഉണ്ടാവും. നമ്മളൊന്നും അതില് പെട്ടുപോകരുത്. തറാവീഹ് എത്ര റക്കാത്താണ്? 20 റക്കാത്ത് പൂർണ്ണമായും നിസ്കരിക്കണം. ഇനി അടുത്ത ചോദ്യമാണ്, തറാവീഹ് നിസ്കാരത്തിന്റെ മറ്റൊരു പേരെന്താണെന്നുള്ളത്. എന്താണ്? ഖിയാമുർ റമളാന്. ഇനി നാലാമത്തെ ചോദ്യം, തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? എന്താണ് പ്രതിഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മുൻകഴിഞ്ഞു പോയ ദോഷങ്ങൾ പൊറുക്കപ്പെടും. വേണമെങ്കിൽ ഇതും കൂടെ പഠിക്കട്ടോ. ഈമാനോടൊപ്പം പൂർണ്ണമായി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും എന്നുള്ളതും കൂടെ വേണമെങ്കിൽ പഠിക്കട്ടോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തറാവീഹ് നിസ്കാരത്തിന്റെ മഹത്വം എഴുതാന്. എന്തൊക്കെയാണ് അതിന്റെ മഹത്വങ്ങള്? ഒന്നാമത്തെ മഹത്വം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, അഥവാ നബി ചെയ്ത കാര്യങ്ങള് നബിയുടെ സുന്നത്താണ് നർത്തട്ടോ. നബി ചെയ്ത കാര്യങ്ങൾ ചെയ്യൽ എന്താണ്? സുന്നത്താണ്. പിന്നെ റമളാൻ മാസത്തിൽ മാത്രം പ്രത്യേകം സുന്നത്താക്കപ്പെട്ട നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ആൻസർ കേട്ടോ. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് അല്ലാഹു അലാമാത്ത് വസഖീലത്ത്. അവ ശരിയുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്താനാണ്, തെറ്റുള്ളതിന് നേരെ തെറ്റ് അടയാളപ്പെടുത്തിയിട്ട് വസഖീലത്ത് തെറ്റീനെന്താണ് ശരിയാക്കിയതും വേണം. അപ്പൊ ഒന്നാമത്തതാണ് തറാവീഹ് 10 റക്കാത്താണ്. ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ. എത്ര റക്കാത്താണ് നമ്മൾ പഠിച്ചത്? 20 റക്കാത്ത്. അപ്പൊ ശരിയാക്കി എഴുതണം, തറാവീഹ് 20 റക്കാത്താണ്. രണ്ടാമത്തെ എന്താണ് കൊടുത്തിക്കണേ? തറാവീഹ് നിസ്കാരം സുന്നത്താണ്. ശരിയാണല്ലോ അല്ലേ? അപ്പൊ ശരിയിട്ട് കൊടുക്കുക. തറാവീഹിന്റെ സമയം ഇശാഇന് ശേഷം ഫജ്ർ വരെയാണ്. ശരിയല്ലേ? ഇശാ നിസ്കാരത്തിന് ശേഷം ഫജ്ർ വരെയല്ലേ തറാവീഹിന്റെ സമയം? അപ്പൊ അതിനും ശരിയിട്ട് കൊടുക്കുക. അതിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? തറാവീഹ് ഈ 2 റക്കാത്താണ് നിസ്കരിക്കേണ്ടത്. ശരിയല്ലേ? ഈ രണ്ട് റക്കാത്ത് വെച്ച് സലാം വീട്ടണ്ടേ? അപ്പൊ എന്താണ്? ശരിയിട്ട് കൊടുക്കട്ടോ. ഇതിൽ അവസാനത്തെ പ്രവർത്തനാണ് കമ്മിൽ, പൂരിപ്പിക്കാൻ. തറാവീഹ് ഡാഷ് മാസത്തിൽ പ്രത്യേക നിസ്കാരമാണ്. ഏത് മാസത്തിലെ പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്? ഏതാണ്? റമളാൻ. അപ്പൊ അവിടെ എന്ത് എഴുതി കൊടുക്കണം? റമളാൻ എഴുതി കൊടുക്കണം. അപ്പൊ തറാവീഹ് റമളാൻ മാസത്തിലെ പ്രത്യേക നിസ്കാരമാണ്. ഇനി അടുത്തതാണ് തറാവീഹ് ഡാഷ് റക്കാത്താണ്. എത്ര റക്കാത്താണ്? 5 10 എത്രയാണ്? 20 റക്കാത്താണ്. തറാവീഹ് നിസ്കാരത്തിൽ ഡാഷ് സുന്നത്താണ്. എന്താണ് സുന്നത്ത് തറാവീഹ് നിസ്കാരത്തില്? ജമാഅത്ത് സുന്നത്താണ്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. ഇനിയുള്ള ഒരു പ്രവർത്തനം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം റമദാനിൽ നിസ്കരിച്ച തറാവീഹുകളുടെ എണ്ണങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിന് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമ പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ദുആയിലേക്ക് ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.